ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വെറും കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടോ കാണുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്തേക്കണേ, കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ കറിക്ക് ആവശ്യമായ 3 സവാള, 1 ടൊമാറ്റോ, 2 ചില്ലി ഞാനിവിടെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലോണം കട്ട് ചെയ്ത് കുക്കറിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് തന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കനും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്തിട്ടുള്ള മഞ്ഞൾപ്പൊടി കേട്ടോ. അതിലേക്ക് നമ്മളുടെ എരിവിനനുസരിച്ചായിട്ടോ നമ്മൾ മുളക് പൊടി ചേർക്കേണ്ടത്. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല കുറച്ച്, പിന്നെ അതേ കണക്കിന് ഇവിടെ കാശ്മീരി ചില്ലി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി കളറിന് വേണ്ടി ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല, പിന്നെ ഞാൻ ചിക്കൻ മസാലയും ഗരം മസാലയൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ച് ചേർക്കാവുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, ഓവർ കുത്തൽ വരുമ്പോൾ നമ്മളുടെ ചിക്കൻ കറിൻ്റെ ടേസ്റ്റേ മാറും. പിന്നെ അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൈയളവിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കരിവേപ്പിൻ്റെ ഒരു പ്രധാനത കേട്ടോ. ഞാൻ എപ്പോൾ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും എനിക്ക് എല്ലാ കറിക്കും അത്യാവശ്യം കരിവേപ്പിൻ്റെ വേണം. കാരണം കരിവേപ്പിൻ്റെ ഇടുമ്പോൾ കറിക്കൊരു പ്രത്യേക സ്വാദാണ്. എന്നിട്ട് അത് കൈ വെച്ചാൽ നല്ലോണം മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടൊക്കെ വരുമ്പോഴാണ് വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കാത്ത കാര്യം ഓർക്കുക. ആ സമയത്ത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്ക് വറവിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇടാം കേട്ടോ. നല്ല വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളി ഇതേപോലെ കുഞ്ഞായിരിക്കും. അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും ചേർത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നല്ലോണം മൂപ്പിക്കുക കേട്ടോ. എന്നിട്ട് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ എയറൊക്കെ പോയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് കുക്കർ തുറന്ന് അതിലേക്ക് ഈ കൂട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മല്ലിയുടെ ഇലയും ചേർത്താൽ നമ്മുടെ സിമ്പിൾ ചിക്കൻ കറി ഇവിടെ ഓക്കെ കേട്ടോ. See you.